ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിനൂസ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 3 ആയിട്ട് വരുന്ന ചാപ്റ്ററാണിത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് +1 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 4 ആണിത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം +1 പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ അധികം വൈകാതെ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ചാപ്റ്ററിലെ പ്രോഗ്രാമിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടെക്നിക്സും അതുപോലെ തന്നെ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ഒക്കെയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും സോഫ്റ്റ്വെയർ എന്താണ്, അതുപോലെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്താണ് എന്നെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് എന്താണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് നമുക്ക് നോക്കാം. സോഫ്റ്റ്വെയർ മീൻസ് എ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ടു സോൾവ് പ്രോബ്ലംസ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കളക്ഷൻ ഓഫ് പ്രോഗ്രാംസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമുക്കറിയാം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് മെഷീൻ ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നൽകുന്ന ഇൻസ്ട്രക്ഷൻ എന്താണോ ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാത്രമാണ് കമ്പ്യൂട്ടർ അവിടെ പ്രവർത്തിക്കുന്നത്. ഉദാഹരണമായി 2 നമ്പേഴ്സിൻ്റെ അഡീഷൻ നടത്താനായിട്ട് ടീച്ചർ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പ്രോഗ്രാം തന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ആ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് അഡീഷൻ ഓപ്പറേഷന് പകരം സബ്ട്രാക്ഷൻ ഓപ്പറേഷനാണ് അവിടെ എഴുതിയത്. നിങ്ങൾ നൽകിയ ഇൻസ്ട്രക്ഷൻ സബ്ട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന ഔട്ട്പുട്ടും എന്തായിരിക്കും? കമ്പ്യൂട്ടർ സബ്ട്രാക്ഷൻ നടത്തിയിട്ടുള്ളൊരു ഔട്ട്പുട്ട് ആയിരിക്കും കമ്പ്യൂട്ടർ നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ട് ചിന്തിക്കാനോ ഉള്ള ഇൻ്റലിജൻസ് ഇല്ല, അതിനൊരു കോമൺ സെൻസ് ഇല്ല. അപ്പം നമ്മൾ നൽകുന്ന നിർദ്ദേശം പ്രിസൈസ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. കറക്റ്റ് ആയിട്ടാണ് നമ്മൾ നൽകുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കും. ഇനി കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താ? എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് റിട്ടേൺ ഇൻ എ ലാംഗ്വേജ് ദാറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് ബൈ എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ നമ്മൾ നൽകുന്ന സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത്. ആക്ഷൻ ഓറിയൻറ്റഡ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഓരോ ഇൻസ്ട്രക്ഷൻസിലും ഏത് ആക്ഷനാണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത് എന്നായിരിക്കും നമ്മൾ അവിടെ നൽകുന്നത്. മനസ്സിലായോ? പഠിക്കാൻ പോകുന്നത് അപ്രോച്ചസ് ഇൻ പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ആണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടോപ്പ് ഡൗൺ ഡിസൈൻ ആൻഡ് ബോട്ടം അപ്പ് ഡിസൈൻ. ഇനി എന്താണ് ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് നമുക്ക് പഠിക്കാം. ടോപ്പ് ഡൗൺ ഡിസൈൻ, ഇപ്പോൾ ഇവിടെ ഒരു ഹൗസിൻ്റെ ലേഔട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഹൗസിൻ്റെ ഡിസൈനിൻ്റെ സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക? ആദ്യം തന്നെ ആ ഹൗസിൻ്റെ ഔട്ട്ലൈൻ ആയിരിക്കും വരയ്ക്കുന്നത്, പിന്നീട് ആ ചിമ്മിനി ആയിരിക്കും വരയ്ക്കുന്നത്, അതിനുശേഷം ഡോറ് ഡ്രോ ചെയ്യും, പിന്നീടായിരിക്കും വിൻഡോസ് എല്ലാം ഡ്രോ ചെയ്യുന്നത്. ഇവിടെ തന്നെ ഡോറിൻ്റെ ഡിസൈൻ വരയ്ക്കുമ്പോൾ അതിനെ വീണ്ടും നമുക്ക് സബ് ഡിവൈഡ് ചെയ്യും. എങ്ങനെയാണ്? ആദ്യം തന്നെ ഡോറിൻ്റെ ഔട്ട്ലൈൻ ആയിരിക്കും വരയ്ക്കുന്നത്, പിന്നെ അതിൻ്റെ ഷെയ്ഡിങ്, അതിന് ശേഷമായിരിക്കും അവിടെ ഹാൻഡിൽ വരയ്ക്കുന്നത്. അതുപോലെ വിൻഡോസ് ഡ്രോ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ആദ്യം തന്നെ വിൻഡോസിൻ്റെ ഔട്ട്ലൈൻ ആയിരിക്കും വരയ്ക്കുന്നത്, പിന്നീട് ഷെയ്ഡിങ്, അതിന് ശേഷമായിരിക്കും ആ ഹൊറിസോണ്ടൽ ലൈൻസും വെർട്ടിക്കൽ ലൈൻസും എല്ലാം നമ്മളവിടെ ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഒരു ഹൗസിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്. ഇത് തന്നെ നമ്മുടെ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ടോപ്പ് ഡൗൺ ഡിസൈൻ മനസ്സിലാക്കാം. അതായത് നമുക്കൊരു കോംപ്ലക്സ് പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ആ പ്രോബ്ലത്തിന് എന്ത് ചെയ്യാം? ഡിഫറെൻറ്റ് സബ് ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓരോ ടാസ്കും പെർഫോം ചെയ്യാം. ഈ ഒരു രീതിയിൽ നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെയാണ്, ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോപ്പ് ഡൗൺ ഡിസൈൻ. അതായത് ജനറൽ ടു സ്പെസിഫിക്. അതായത് ആ ഹൗസ് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തന്നെ എൻ്റയർ ഔട്ട്ലൈൻ ആണ് നമ്മൾ വരയ്ക്കുന്നത്, വളരെ ജനറൽ ആയിട്ടുള്ള കാര്യം. പിന്നീടാണ് സ്പെസിഫിക് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടക്കുന്നത്. അതായത് ഡോർ എടുത്തു കഴിഞ്ഞാൽ ഡോറിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഹാൻഡിൽ വരെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്, ഓരോ സബ് ടാസ്ക് കൺസിഡർ ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ ഈ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്. ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈൻ നിങ്ങൾ ഓർത്താൽ മതി, ജനറൽ ടു സ്പെസിഫിക് ആസ്പെക്ട്. അതായത് ഇവിടെ ഒരു മെയിൻ പ്രോഗ്രാം ഉണ്ടാകും. ഈ മെയിൻ പ്രോഗ്രാമിങ്ങിനെ സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സബ് പ്രോഗ്രാം 1, 2, 3 അങ്ങനെ എത്ര സബ് പ്രോഗ്രാംസ് ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാം. വീണ്ടും നമുക്ക് ഈ സബ് പ്രോഗ്രാമിങ്ങിന് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഡിഫറെൻറ്റ് ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. വീണ്ടും അതിന് സ്പെസിഫിക് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്.
അടുത്തതായിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ദ പ്രോബ്ലം ഇൻ ടു പാർട്സ് ഹെൽപ്പ് അസ് ടു ക്ലാരിഫൈ വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഈച്ച് പാർട്ട്. ഇവിടെ നമുക്കറിയാം ഓരോ പ്രോബ്ലത്തിന് ചെറിയ ചെറിയ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പാർട്ടിലും നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി നമുക്കുണ്ടാവും. Then at each step of refinement, the new parts become less complicated and therefore easier to figure out. ഓരോ പാർട്ടും ചെയ്യുന്ന സമയത്ത് നമുക്ക് വർക്കിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ സാധിക്കും അല്ലേ. അതായത് ഇപ്പോൾ നേരത്തെ ഹൗസിനെ ഡിസൈൻ ചെയ്തപ്പോൾ വീണ്ടും നമ്മൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിരുന്ന ഡോറിൻ്റെ ഡിസൈൻ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തു അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് പാർട്സ് ഓഫ് ദി സൊല്യൂഷൻ മേ ടേൺ ഔട്ട് ടു ബി റീയൂസബിൾ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഓരോ പാർട്ടിനെയും അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഈ സബ് ടാസ്കിനെ വീണ്ടും നമുക്ക് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ബ്രേക്കിംഗ് ദ പ്രോബ്ലം ഇൻ ടു പാർട്സ് അലൗസ് മോർ ദാൻ വൺ പേഴ്സൺ ടു വർക്ക് ഫോർ ദി സൊല്യൂഷൻ. അതായത് ഈ ഒരു പ്രോഗ്രാമിനെ തന്നെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് തന്നെ ഒന്നിലധികം പാർട്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് നമുക്കൊരു പാർട്ട് അസൈൻ ചെയ്ത് കൊടുക്കാം, പ്രോഗ്രാമിങ്ങിൻ്റെ വേറൊരു പാർട്ട് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സൊല്യൂഷൻ വളരെ എളുപ്പത്തിന് ഒന്നിലധികം ആൾക്കാർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പ് ഡൗൺ ഡിസൈൻ മെത്തേഡ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ബോട്ടം അപ്പ് ഡിസൈൻ. അടുത്തതായിട്ട് ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളവിടെ ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? ഹൗസിൻ്റെ ഫൗണ്ടേഷൻ ആയിരിക്കും ആദ്യം നിർമ്മിക്കുന്നത്. ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത ശേഷമായിരിക്കും പിന്നീടുള്ള വർക്കുകൾ നടക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനമായിരിക്കും ആ റൂഫിൻ്റെ വർക്ക് നമ്മൾ തീർക്കുന്നത്. അതായത് ഈ ഫൗണ്ടേഷൻ വർക്കും മറ്റു വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ റൂഫ് ടോപ്പിൻ്റെ നമ്മുടെ ഹൗസിൻ്റെ റൂഫിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ റൂഫിൻ്റെ വർക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ പ്രോഗ്രാമിങ്ങിലേക്ക് കണക്ട് ചെയ്തൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ബോട്ടം അപ്പ് ഡിസൈനിൽ പ്രോഗ്രാമിങ്ങിനെ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആയിട്ടായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഈ മൊഡ്യൂൾസ് എല്ലാം പിന്നീട് കമ്പൈൻ ചെയ്യും. ഇതിന് ശേഷം ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം വർക്ക് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മെയിൻ മൊഡ്യൂൾസിലേക്ക് നമ്മൾ വരുന്നത്. ദ സൊല്യൂഷൻ ഫോർ ദ മെയിൻ മൊഡ്യൂൾ വിൽ ബി ഡെവലപ്ഡ് ഓൺലി ആഫ്റ്റർ ഡിസൈനിങ് ദ സ്പെസിഫിക് സൊല്യൂഷൻ ടു ഇറ്റ്സ് സബ് മൊഡ്യൂൾസ്. സബ് മൊഡ്യൂൾസിലെ എല്ലാം സ്പെസിഫിക് സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തിയതിന് ശേഷമായിരിക്കും മെയിൻ മൊഡ്യൂൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു അപ്രോച്ചിന് പറയുന്ന പേരാണെന്ത്? ബോട്ടം അപ്പ് ഡിസൈൻ. ടോപ്പ് ഡൗൺ ഡിസൈൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതിന് ജനറൽ ടു സ്പെസിഫിക് എന്ന് പറയുന്നു. ബോട്ടം അപ്പ് ഡിസൈന് നമുക്ക് എന്ത് പറയാം? സ്പെസിഫിക് ടു ജനറൽ. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ മൊഡ്യൂൾസും ഓരോ മൊഡ്യൂൾസിലെ ഓരോ കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷമാണ് നമ്മൾ നമ്മുടെ മെയിൻ മൊഡ്യൂളിലേക്ക് വരുന്നത്. അപ്പോൾ ബോട്ടം അപ്പ് ഡിസൈനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ചെറിയൊരു കാര്യമാണ് നമ്മൾ പഠിച്ചത്. അതായത് എന്താണ് പ്രോഗ്രാമിംഗ്, എന്താണ് സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ അപ്രോച്ചസ് ഇൻ പ്രോഗ്രാമിംഗ്, ടോപ്പ് ഡൗൺ ഡിസൈൻ ആൻഡ് ബോട്ടം അപ്പ് ഡിസൈൻ. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്